ദില്ലിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞ സംഘപരിവാർ നേതാവ് ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ കൈമലർത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ടി.ജി. മോഹൻദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അറസ്റ്റ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കേണ്ടത് താനല്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. മോഹൻദാസിന്റെ പേരിൽ ഞങ്ങൾ കേസെടുത്തല്ലോ. ഒരാളിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഞാനാണല്ലോ തീരുമാനിക്കുന്നത്. അത് പോലീസല്ലേ തീരുമാനിക്കണ്ടേ? ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി അല്ല തീരുമാനിക്കേണ്ടത്. അത് കേസിന്റെ സ്വഭാവം വെച്ചിട്ട് അവർ പരിഗണിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ അത് നിയമപരമായ കേസിന്റെ സ്വഭാവം വെച്ച് അവർ തീരുമാനിക്കും. അദ്ദേഹത്തിന്റെ പേര് FIR ഇട്ടിട്ടുണ്ട്. നടപടികൾ മുന്നോട്ട് പോകുന്നു. ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റൂ. വിവരങ്ങളുമായി അമൽ കൂടി ചേരുന്നുണ്ട്. അമൽ, ഈ ടി.ജി. മോഹൻദാസിന്റെ വിദ്വേഷ പരാമർശത്തിൽ ഇതുവരെയും ഒരു നടപടിയും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹമല്ല അതിൽ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു ആഭ്യന്തരമന്ത്രി? അവന്തിക, ഡൽഹിയിൽ സമരരംഗത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അവരെ വെടിവെച്ചു കൊല്ലും, ഒപ്പം തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ വസ്ത്രദാനത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ ഒരു പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ടി.ജി. മോഹൻദാസിനെതിരെ ഒരു കേസെടുക്കാൻ തന്നെ 4 ദിവസം എടുത്തു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഭാഗമായാണ് ഇത്തരത്തിൽ 4 ദിവസം കഴിഞ്ഞ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കുന്നത്. നിലവിലിപ്പോൾ കേസെടുത്തിട്ട് 12 ദിവസം കഴിയുന്നു. അതായത് ഏകദേശം ഒരു 2 ആഴ്ചക്കടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ 2 ആഴ്ചക്കടുത്തേക്ക് എത്തുമ്പോഴും ടി.ജി. മോഹൻദാസിനെതിരെ അറസ്റ്റ് നടപടികളിലേക്കൊന്നും തന്നെ ആഭ്യന്തര വകുപ്പ് കടന്നിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രിയോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി പറയുന്നത് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുവാനുള്ള നിർദ്ദേശം നൽകേണ്ടത് ആഭ്യന്തരമന്ത്രി അല്ല, അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ്, പോലീസ് അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ 12 ദിവസം കഴിഞ്ഞിട്ടും ടി.ജി. മോഹൻദാസിനെതിരെ RSS അനുകൂല പ്രസ്താവനകൾ ഇറക്കുന്ന ടി.ജി. മോഹൻദാസിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയിലേക്കും അല്ലെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവന്തിക. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.